ഇപ്പൊ നമ്മൾ താളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ചെണ്ട തോളിലിട്ട് വെറുതെ അങ്ങോട്ട് കൊട്ടിയാൽ പോരാ. ശിങ്കാരിമേളം എന്ന് പറയുമ്പോ നൃത്തം വെച്ചിട്ട് ഇങ്ങനെ ചുവട് വെച്ചിട്ട് വേണം കൊട്ടാൻ. ഇനി അതിന്റെ താളം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ സ്റ്റെപ്പ് എന്ന് നോക്കിക്കോട്ടോ. എൻ്റെ അളിയാ, ഈ മുതുക്ക് കിളവ് നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? അവിടെ വെച്ചിട്ട് എല്ലാം എന്നത്തോടെ അവസാനിപ്പിക്കാന്നല്ലേ പറഞ്ഞു. എന്തോ കാണിക്കുന്നത് ഇതെങ്ങാനും ഏതെങ്കിലും പിള്ളേരുണ്ടല്ലോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ടാൽ നമ്മുടെ മാനം പോവും. ഇതിപ്പോ ഇവരിങ്ങനെ പറഞ്ഞാൽ കേൾക്കാതായി തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? നീ അങ്ങനെ വിളിച്ച് ചോദിച്ചങ്ങോട്ട്. ഞാൻ ചോദിച്ചാൽ ഇനി ചോദിപ്പില്ല. ഇനി എൻ്റെ അയ്യോ ഇനി ചൊണ്ട തോളിലിട്ടോളൂ. എന്നിട്ട് കൊട്ടാ. അത് തന്നെ ഇനി ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഇട്ടിട്ട് വേണം കൊട്ടാട്ടാ. അല്ല അത് വേണം. അങ്ങനെ ഇത് അങ്ങനെയാണ് ഇതിന്റെ. ഒക്കെ പറ്റും, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഭയങ്കര പിടിക്കോളല്ലേ. ശരി, തുടങ്ങാം നമുക്ക്. അതെ അമ്മ വന്നേ ഒരു മിനിറ്റ് കേട്ടാ. അതെ അമ്മ അവരെന്താ ഞങ്ങളോട് പറഞ്ഞത്? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞത് പറ. അമ്മാവന് ബോധമില്ലേ? കണ്ടുപിടിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് ആ കുട്ടികൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അത് അങ്ങനെ അങ്ങോട്ട് അവരെ നിരുത്സാഹപ്പെടുത്താൻ. ഇതല്ലല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അത് നിങ്ങളോട് പലതും പറയും, പക്ഷെ ആ കുട്ടികളോട് അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ട എന്ത് രസമായിട്ട് ആ സ്റ്റെപ്പ്. അത് നിങ്ങൾ എന്തെങ്കിലും കാലം മാറി കളിക്കണം. ഞങ്ങൾ ഒരു നിങ്ങളുടെ പണി നോക്കിക്കൂടെ? നിങ്ങൾ കളിച്ച കുട്ടികളെ ഞാൻ ഞങ്ങൾക്ക് 16-ാം തീയതി പരിപാടി ഉള്ളതാ. 16-ാം തീയതി പരിപാടിയിൽ ഞാൻ മുട്ട എറിയിക്കുന്നു. കളിച്ച നിങ്ങൾ കളിച്ച കളിക്കും. ഓക്കെ, 1 2 3 4 ഇങ്ങോട്ട് വാ. അയ്യോ വെള്ളം കൊണ്ടുപോയി എന്താ അമ്മ? നിങ്ങളല്ലടാ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ. അതിനുള്ളൊരു ഡ്രാമ ഇല്ലേ? ഇനി നിങ്ങൾ ചൂടായിക്കോ. ആ വരുന്നുണ്ട്. അറിയാതെ പറ്റിപ്പോയതാ. ഒന്നുമില്ല. അതെ, നിങ്ങളുടെ കൊട്ടും പാട്ടൊക്കെ പഠിക്ക് പുറത്ത്. ഇനി എങ്ങനെ കൊട്ടിയാലുണ്ടല്ലോ എല്ലാത്തിനും കാണിച്ചു തരാം. എടി ബന്ധണ്ടടി. ചെറുപ്പത്തിലേ ചേച്ചിക്ക് ഇങ്ങനെയായിരുന്നു. ചേച്ചിയുടെ ഇളക്കം കാരണല്ലേ ഞാൻ കൊട്ടനെ പകുതി വെച്ച് നിർത്തിയത്. അമ്പലത്തിൽ നിന്ന് പറ എടുക്കാൻ വരുമ്പോഴേ ചേച്ചീനെ കാണില്ല. തട്ടുമ്പോൾ ഇരിക്കുന്നുണ്ടാവും. ചെവിയിലെ പഞ്ഞൊക്കെ വെച്ച് പേടിച്ചിട്ട് ഒരു ഉത്സവ പറമ്പിൽ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഞാനത് ചെറുപ്പത്തിൽ മാറിയതാ കരുതി. ഇല്ല, ഇനി ഉണ്ടാവില്ല. അതെ, നിർത്തി. അതെ, ഇനി നിങ്ങളെ ഞാൻ ശിങ്കാരിമേളം പഠിപ്പിക്കില്ല. ചെണ്ടക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ പോവാ. കൊട്ടൊക്കെ നിർത്തിയമ്മ. ഇനി കൊട്ടിലൊന്നുമില്ല. വെള്ളം മതി. ചേച്ചിനെ കൊണ്ടേക്കാം. വെള്ളം കുടിക്കണം അമ്മ. വെള്ളം വേണം. അകത്തേക്ക് കൊണ്ടുപോയി എന്റെ അമ്മക്ക് എന്തായാലും പറ്റണ്ടല്ലോ. ഇല്ല, ഇനി ഉണ്ടാവില്ല. കനക, ഇനി ഉണ്ടാവില്ലടാ. അത് മാമനൊരു അബദ്ധം പറ്റിയതാ. എങ്ങനെയുണ്ട്? അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. ചെണ്ട കൊടുത്തിട്ട് കുറെ ദിവസമായി. 1500 റുപ്യന്റെ വാടക കൊടുക്കണം. അതാരാ തരിക? ആര് തരും? എനിക്കാണോ? ഞങ്ങൾ രണ്ടുപേരും തരില്ല. അമ്മാന്റെ മടിക്കുത്തുനിന്ന് എടുത്തു കൊടുത്തു.